ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമോഹൻ ആണെങ്കിൽ വരുന്നുണ്ട്. തുളസി അയാളെ വിളിച്ച് അകത്തിരുത്തുകയാണ്. എന്നിട്ട് മക്കളിൽ ആരെങ്കിലും ഒരാളെ വിളിക്കാനായിട്ട് പറയുമ്പോൾ മീനുവിനെയാണ് തുളസി വിളിക്കുന്നത്. മീനാക്ഷി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ചന്ദ്രമോഹൻ കയ്യിലുള്ള കവറ് അവൾക്ക് നേരെ നീട്ടിയിട്ട്, മോളെ ഇത് കുറച്ച് സ്നാക്സ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മീനു താങ്ക്സ് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. അതിനുശേഷം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നിങ്ങനെ തുളസിയോട് ചന്ദ്രമോഹൻ ചോദിക്കുന്നുണ്ട്. എന്ത് വിശേഷം സാറേ, ഇന്ന് കടയിലേക്ക് പോയിരുന്നു, അരി പോലും ചോദിച്ചിട്ട് ആരും തരുന്നില്ല, ഇന്നും ഇവിടെ പട്ടിണി തന്നെയായിരിക്കും. പിന്നെ പ്രതാപൻ സഹായം ചെയ്തിരുന്നല്ലോ, അതൊക്കെ കൊണ്ട് കുറച്ച് കാലം ജീവിച്ചു പോയി, ഇനിയും എങ്ങനെ ജീവിക്കാനാണെന്ന് അറിയുന്നില്ലെന്നൊക്കെ പറയും. എങ്കിലേ ഇതങ്ങ് വെച്ചേക്കെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമോഹനാണെങ്കിൽ ആ പൈസ നീട്ടുന്നു. അങ്ങനെ തുളസി ആണെങ്കിൽ ആ പൈസയിലേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, വേണ്ട, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രതാപൻ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ സഹായിക്കുക, വേണ്ട സാറേ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോളാം എന്ന് പറയുകയാണ്. ഇത് വെക്കുക. ചന്ദ്രമോഹനാണെങ്കിൽ നിർബന്ധിച്ച് അയാൾക്ക് നേരെ പൈസ നീട്ടുകയാണ്. തുളസി അത് വാങ്ങുന്നുണ്ട്. ഈ സമയം അടുക്കളയിലാണെങ്കിൽ ബേക്കറിയും മറ്റും കൊണ്ടുവന്നിരുന്നല്ലോ, അതൊക്കെ പാകപ്പെടുത്തി തുളസിയുടെ അടുത്തേക്ക് വരാനായിട്ട് നിൽക്കും മീനാക്ഷിയും അനിയത്തിയും. അങ്ങനെ ചന്ദ്രമോഹൻ തുളസിയോട് പറയുന്നുണ്ട്, ഏട്ടാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, വാടകയ്ക്ക് ഒരു ഗർഭപാത്രം. എനിക്കതങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. പറഞ്ഞിരുന്നു അല്ലേ, അത് പിന്നെ ഇവിടെയൊക്കെ നാട്ടുമ്പുറല്ലേ, അതുകൊണ്ട് സാറേ ഇവിടെയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ ആ കാര്യം അങ്ങ് വിട്ടും. അത് ഏട്ടാ, 15 ലക്ഷം രൂപയുടെ കാര്യം വെറുതെ വിട്ടുകളയാനുള്ളതല്ല. 15 ലക്ഷം രൂപ ഇവിടെ കുറേ റബ്ബർ തോട്ടം വാങ്ങിയിടാം, എനിക്കൊക്കെയാണ് കിട്ടുന്നതെങ്കിലേ സുഖമായിട്ടൊരു വീടും വെച്ച് അങ്ങ് താമസിക്കാമെന്ന് പറയുമ്പോൾ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്, ചേട്ടൻ വിചാരിച്ചാൽ അത് നടക്കും. സാറെന്താ ഉദ്ദേശിക്കുന്നത്? അത് ചേട്ടാ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയും ചേട്ടൻ്റെ മോൾ മീനാക്ഷി ഉണ്ടല്ലോ, ആ കുട്ടി വിചാരിച്ചാൽ ഒരു കുടുംബത്തിൽ കുഞ്ഞിക്കാല് കാണുമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ തുളസിക്കാണെങ്കിൽ ഇത് കേട്ട് ദേഷ്യം വരും. എന്താ സാർ ഉദ്ദേശിച്ചത്? അത് തുളസിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുകയാണ് ചന്ദ്രമോഹനും. അങ്ങനെ അവിടേക്ക് സ്നാക്സുമായിട്ട് വരുന്ന മീനാക്ഷിയും അനീതിയും ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഏട്ടാ, ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, ഒരു ഫാമിലിക്ക് ഒരു കുഞ്ഞിക്കാലല്ലേ, അത് മീനാക്ഷി വിചാരിച്ചാൽ നടക്കുമെന്ന് പറയുമ്പോൾ മീനുവാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. ഈ പറഞ്ഞത് പോട്ടെ, എൻ്റെ മക്കളെ നാശമാക്കിക്കൊണ്ട് എനിക്കൊരിക്കലും എൻ്റെ കുടുംബത്തിനും പൈസ വേണ്ട, ആ പൈസയെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. എൻ്റെ പെൺമക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്, അവരെ വിട്ടിട്ടുള്ള പൈസയൊന്നും വേണ്ടെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ട് മീനുവും അനീതിയും ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. അത് ചേട്ടനാണല്ലോ പൈസ ഒരുപാട് ആവശ്യം, അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്, എങ്കിൽ ആ പൈസ എനിക്ക് ആവശ്യമില്ല, ഞങ്ങളിവിടെ വിഷം വാങ്ങി വെച്ചിട്ടിരിക്കുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിച്ചു പോകും, അതുകൊണ്ട് ഇതുപോലെയുള്ള ഓഫറായിട്ടൊന്നും വരണ്ട. പ്രതാപൻ്റെ മാനേജറാണെന്ന് കരുതി മാത്രമാണ് മിണ്ടാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്നും ആട്ടി വിട്ടേനെന്ന് പറയുമ്പോൾ, ചേട്ടനൊന്നും തോന്നരുത്, എല്ലാവരേക്കാളും പൈസ അത്യാവശ്യം ചേട്ടനാണല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാനങ്ങനെ ചോദിച്ചത്, അല്ലാതെ ഒന്നുമല്ല എന്നൊക്കെ പറയുമ്പോൾ, ഇറങ്ങിപ്പോടോ മര്യാദയ്ക്കെന്ന് പ്രതാപനോട് ചന്ദ്രമോഹനോട് തുളസി ദേഷ്യപ്പെടുന്നു. അച്ഛ എന്ന് വിളിച്ച് മീനാക്ഷിയാണെങ്കിൽ തുളസിയെ കൺട്രോൾ ചെയ്യാണ്. കേട്ടില്ലേ മോളെ നീ പറഞ്ഞത്, നീയേ ഏതാണ്ട് കിടക്കുന്ന കിളവിന് കുഞ്ഞിനെ പ്രസവിച്ച് കൊടുക്കണമത്രേ, പിന്നെ ഇവനെ എന്ത് പറയാനാ, പ്രതാപനെ ഒന്ന് ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് തുളസീധരനാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുന്നു. ഞാൻ പോയിക്കോളാം ചേട്ടാ, എനിക്ക് നിങ്ങൾക്ക് ഓഫർ തരണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്, ഒരു കുടുംബം രക്ഷപ്പെട്ടു പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ചന്ദ്രമോഹൻ പോകുന്നു. അങ്ങനെ തുളസീധരനാണെങ്കിൽ പ്രതാപനെ കണ്ട് 4 വാക്ക് സംസാരിക്കണം, ഒരു മാനേജറിനെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സ്വയം പിറുപിറുക്കുന്നു. അങ്ങനെ പ്രതാപനോട് കാര്യങ്ങളൊക്കെ വന്ന് പറയുകയാണ് ചന്ദ്രമോഹൻ. ഈ സമയം കൃഷ്ണ പറയുന്നുണ്ട്, അയാളുടെ ഒരു അഹങ്കാരം, എല്ലാം നഷ്ടപ്പെട്ടിട്ടും അഹങ്കാരത്തിന് മാത്രം ഒരു കുറവും, എങ്ങാണ്ട് കിടക്കുന്ന ആർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ കുടുംബത്തിന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണല്ലോ ഈ ഓഫർ അങ്ങോട്ട് വെച്ച് നീട്ടിയത്, ഒരു കുടുംബം രക്ഷപ്പെട്ടു പോകും, അയാൾക്ക് ആ പൈസ വാങ്ങിയിട്ട് എവിടെയെങ്കിലും പോയി വീട് വെച്ച് താമസിച്ചോടെ എന്നൊക്കെ കൃഷ്ണ പിറുപിറുക്കുന്നു. ഈ സമയം ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, അയാളെന്നെ ആട്ടി വിട്ടില്ലെന്ന് തന്നെ ഉള്ളൂ, അങ്ങേരിത് കരുതിയിരിക്കുന്നത് എന്തോ ചീത്ത ഏർപ്പാടെന്നാണ്, അതുകൊണ്ട് ഇനി ആ വഴിക്ക് പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും വഴിയില്ലാതിരിക്കില്ല. കൃഷ്ണ പറയുന്നുണ്ട്, വെറുതെ ഓരോ വഴി അന്വേഷിച്ച് പോകണ്ട, ഇതിൽ തന്നെ പിടിച്ചു നിൽക്കാം, ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അയാൾ ജീവിക്കാൻ വേണ്ടി നട്ടം തിരിയും, ആ സമയത്ത് ഉറപ്പായിട്ടും നമുക്കരികിലേക്ക് തന്നെ വരുമെന്നൊക്കെ പറയും, അതുകൊണ്ട് ഈ കാര്യം അങ്ങ് തള്ളിക്കളയേണ്ട, മീനാക്ഷിയെ ഏട്ടൻ്റെ കുഞ്ഞിനെ ഗർഭധരിക്കാൻ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്, ഉറപ്പായിട്ടും നമുക്കിതിൽ തന്നെ പിടിച്ചു നിൽക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്ണ. അങ്ങനെ ബാങ്കിൽ നിന്നും ജപ്തി ചെയ്യാനായിട്ട് ആളുകൾ എത്തുകയാണ്. ഇത് തന്നെയല്ലേ വീടെന്ന് ഇങ്ങനെ അതിലൊരുത്തൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ തുളസിയാണെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ പുച്ഛഭാവത്തോടു കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അതെ സാറേ, ഞങ്ങൾ ബാങ്കിൽ നിന്ന് വരികയാണ്. മനസ്സിലായി, അതെ കുറേ കാലമായി കുടിശ്ശിക കൊടുത്തിട്ട് മുതലെങ്കിലും അടയ്ക്കണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾക്ക് സൗകര്യമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, ജപ്തി ചെയ്യുവേ, ചെയ്തോ, എന്താപ്പോൾ ജപ്തി ചെയ്യാനുള്ളത്, ചെയ്തിട്ടേ അവിടെ ഒരു കുളം കുഴിച്ചോ, നല്ല വെള്ളം കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ, എന്താ സാറേ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നത്, അല്ലാതെ പിന്നെ എന്ത് പറയാനാ, എടോ
ഒരു കാര്യം ചെയ്യേ, ഞങ്ങളെ 3-4 ദിവസം കഴിഞ്ഞാൽ മരിച്ചു പോകും, ഞങ്ങളുടെ ശവം കൂടി ജപ്തി ചെയ്തോ, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക, അതുകൊണ്ട് വെറുതെ ഭീഷണിപ്പെടുത്താൻ വരരുതെന്ന് തുളസീധരനാണെങ്കിൽ അവരോട് പറയുന്നു. സാറേ, ഞങ്ങളോട് ചൂടാവാതെ നിൽക്ക്, പലിശയെങ്കിലും അടയ്ക്കുകയാണെങ്കിൽ ഉപകാരമായിരുന്നു എന്ന് പറയുമ്പോൾ, കുറേ നടത്തിപ്പിച്ചിട്ടേ നിങ്ങൾ എനിക്ക് ലോണ് തന്നു, അതുകൊണ്ട് തന്നെ ഞാൻ കുറേ പലിശ അടച്ചിട്ടുണ്ട്, ഇനി മതി, ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന് പറയുമ്പോൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും, ജീവിക്കാൻ വഴിയില്ലാതിരിക്കുന്ന എനിക്ക് കോടതിയോ വെറുതെ ഭീഷണിപ്പെടുത്താതെ പോവാൻ നോക്കടാ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവിടെ നിന്നും അവർ പോകുന്നുണ്ട്. മീനു ആണെങ്കിൽ ഇതൊക്കെ കേട്ടങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ തുളസി കൂസലില്ലാതെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. മീനാക്ഷി എല്ലാം കേട്ടതിന് ശേഷം മുറ്റത്ത് വന്നിരുന്ന് ആകെ സങ്കടത്തോട് കൂടിയിട്ട് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. പിന്നീട് രാത്രിയാണെങ്കിൽ തുളസീധരൻ ബുക്കിൽ എന്തൊക്കെയോ എഴുതി കൂട്ടുകയാണ്. അങ്ങനെ അയാൾ ഓരോന്ന് ആലോചിക്കുന്നൊക്കെയുണ്ട്. ഈ സമയം മീനുവിൻ്റെ അനിയത്തിയാണെങ്കിൽ തുളസിയുടെ അരികിലേക്ക് വരുന്നുണ്ട്. അച്ഛൻ എന്ത് എഴുതി കൂട്ടുന്നത്? അതോ മോളെ അത് കുറേ ആളുകൾ നമുക്ക് കാശ് തരാനുണ്ടല്ലോ, അതൊക്കെ എഴുതി കൂട്ടുകയാണ്. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, പറ്റുബുക്കൊക്കെ കത്തിക്കരിഞ്ഞു പോയല്ലോ, അതുകൊണ്ട് എന്തോ ഓർമ്മിച്ച് വരുന്ന എഴുതാണെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇതേ നോക്ക്, ആരും കാശ് തരാൻ പോകുന്നില്ല, അവരെ ഓരോ തെളിവുകൾ അങ്ങോട്ട് ചോദിക്കും, അവർക്കൊക്കെ അറിയാം കത്തി നശിച്ചു പോയെന്ന്, അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായെന്ന് പറയുമ്പോൾ അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ, എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ പോകും. അച്ഛൻ ടെൻഷൻ അടിക്കാതെ ഇരിക്കുക, എല്ലാം ശരിയാകും. എന്ത് ശരിയാവാൻ, ഞാൻ കാശുള്ള സമയത്ത് വിഷം വാങ്ങി വെച്ചിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അത് കഴിച്ചാലോ? അതെ അച്ഛാ, നമുക്ക് കഴിക്കാം, അതാ നല്ലത്, വെറുതെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട എന്നൊക്കെ അനിയത്തി പറയുന്നു. ഈ സമയത്ത് മറ്റുള്ളവരെയും വിളിച്ചിട്ട് വായെന്ന് പറഞ്ഞ തുളസിയാണെങ്കിൽ അവളെ വിട്ടയക്കുകയാണ്. അങ്ങനെ മീനുവിൻ്റെ അനിയത്തിയാണെങ്കിൽ മീനുവിനെയും അമ്മയെയും വിളിച്ചിട്ട് വരുന്നുണ്ട്. എന്താ അച്ഛാ, എന്താ കാര്യം, എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇവള് വന്നിരുന്നല്ലോ, എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് അവൾ തന്നെ പറയുമെന്ന് പറഞ്ഞ് മീനുവിൻ്റെ അനിയത്തിയോട് കാര്യങ്ങൾ പറയാനായിട്ട് തുളസി ആവശ്യപ്പെടുകയാണ്. ചേച്ചി, കാര്യം മറ്റൊന്നുമല്ല, അച്ഛനെ ഇനി ജീവിക്കാൻ ഒരു വഴിയുമില്ല, നമുക്കും ഇവിടെ ഇന്ന് ചോറ് വെച്ചിട്ടില്ല, നാളെയും അതുതന്നെയാണ് അവസ്ഥ, എങ്ങനെയാണ് നമ്മൾ പട്ടിണി കിടന്ന് ജീവിക്കുക? ഇനി എൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല, ഇവിടെ ആർക്കും ഇനി പ്രതീക്ഷയില്ലാത്ത ജീവിതമാണ്, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യും ചേച്ചി, അച്ഛൻ വിഷം വാങ്ങി വെച്ചിട്ടുണ്ട്, നമുക്കത് കുടിച്ചാലോ? ഇത് കേട്ടിട്ട് മീനാക്ഷിയും അമ്മയും ആകെ ഷോക്കായി പോകുന്നു. അതേ ചേച്ചി, ഇനി നമുക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗവുമില്ല, അതാ നല്ലതെന്നൊക്കെ പറഞ്ഞ് മീനുവിൻ്റെ അനിയത്തി പറയുമ്പോൾ മീനാക്ഷിയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.